ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ്. ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കറികളൊന്നും ഇല്ലാതെ തന്നെ ചായൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ. പച്ചരി വെള്ളത്തിലിട്ടുകാണ്ട് ഒരു 3 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തിയെടുത്തതാണ്. നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇട്ടാലും മതി കേട്ടോ. ഇനി അതിലെ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് കാണ്ട് വേവിച്ചെടുത്തതാണ്. ഞാനിവിടെ 2 എണ്ണാട്ട് എടുത്തിട്ടുള്ളത്. ഇനി അത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കേട്ടോ, വളരെ ചെറിയ ഇഞ്ചി കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായാൽ ഇഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലൊന്ന് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ മാക്സിമം ചെറിയ ഒരു ഇഞ്ചി കഷ്ണം എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കേട്ടോ നമ്മളെ ബാറ്റർ ഇവിടെ ആയിട്ടുള്ളത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിക്കാണ്ടാട്ടോ വന്നിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്ലാസ്സിലാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേട്ടോ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. 1/2 കപ്പ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി അടുത്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂണ് ക്യാപ്സിക്കാണ്. പച്ച ക്യാപ്സിക്കാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. 2 സ്പൂൺ തക്കാളിയാണ് കേട്ടോ. കുരു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. 3 സ്പൂണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആ വെജിറ്റബിളൊക്കെ ഒന്ന് എത്തുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ബേക്കിംഗ് സോഡ ഇടണ്ട, കുറച്ചിട്ടാൽ മതി. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ അപ്പങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഞാനിതുപോലെ ചെറിയൊരു കുഴിയുള്ള പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ പാലപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു കാണാനൊരു ഭംഗിക്ക് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് കാണുന്ന വേവിച്ചെടുക്കാം കേട്ടോ. സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മറിച്ചിട്ട് കാണും കൂടി ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് എണ്ണ ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഈ ഓട്ടടൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു രീതിയിലൊന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കാണു വേണം കേട്ടോ ഈ ഓരോ ദോശകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് വിഭവങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ പോയി കാണുന്ന ചെക്ക് ചെയ്തും കൂടി നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും എല്ലാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാക്കണം ഓരോ അപ്പങ്ങളായിട്ട് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല എളുപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കണ്ടില്ലേ, ഈ രീതിയിലായിരിക്കും കേട്ടോ അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ആക്കാം കേട്ടോ. ലൈക്ക് ചെയ്താലാണ് നമ്മളെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡഡ് ആയിക്കാണ് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. ബൈ. അസ്സലാമു അലൈക്കും.